യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ നടപടിയെടുത്തില്ല. ഇത് സർക്കാരിന്റെ കഴിവുകേടെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. എന്നാൽ സഭാ തർക്കം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, സർക്കാരിന്റെ കഴിവുകേടാണെന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടുന്നു? ഒപ്പം എന്താണ് സർക്കാരിന്റെ വിശദീകരണം? യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധി നടപ്പാക്കാത്ത സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് സർക്കാരിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് രൂക്ഷമായ വിമർശനം ഉയർത്തുന്നത്. സഭാ തർക്കത്തിൽ ഈ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ ഒരു നടപടിയും സർക്കാർ എടുത്തിട്ടില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി വിമർശനാത്മകമായി പറയുന്നത്. സർക്കാർ യാക്കോബായ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാത്തിനും മുകളിലുള്ളത്. അക്കാര്യം സർക്കാർ ഓർക്കണമെന്നും ഹൈക്കോടതി സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നാണ് സർക്കാർ നിരന്തരമായി ആവർത്തിച്ചു പറയുന്നത്. എന്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, എത്ര നാൾ ഇങ്ങനെ ക്രമസമാധാന പ്രശ്നമെന്ന ന്യായീകരണം പറയാനാകും എന്ന കാര്യവും ഹൈക്കോടതി ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്നും ഹൈക്കോടതി ആരാഞ്ഞു. യാക്കോബായ സഭാ വിഭാഗത്തോട് ഹൈക്കോടതി ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ നടപടികളെ അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന കാര്യമാണ് യാക്കോബായ സഭയുടെ അഭിഭാഷകനോട് ചോദിച്ചത്. ഈ സർക്കാരിന്റെ നടപടികളെ തടസ്സപ്പെടുത്താനോ സുപ്രീം കോടതി വിധി നടപ്പാക്കാതിരിക്കുന്നതിനെയോ അതിനെ തടസ്സപ്പെടുത്താനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു യാക്കോബായ സഭ നൽകിയ വിശദീകരണവും. വിധി നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന കാര്യം സർക്കാർ അറിയിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ വിധി നടപ്പാക്കും എന്ന കാര്യവും കൂടിയാണ് സർക്കാർ ഹൈക്കോടതിയെ വിശദീകരിച്ചത്. ഈ വിധി നടപ്പാക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അനാവശ്യമായ ബലപ്രയോഗം പാടില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് സർക്കാരിനോട് നിർദ്ദേശിച്ചത്. കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, ബലപ്രയോഗം പാടില്ല എന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയോ എന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകി. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിലാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.